എല്ലാവർക്കും കാവ്യാസ് കിച്ചൻ ഡയറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൈനാപ്പിൾ പച്ചടി റെസിപ്പി ആയിട്ടാണ്. അപ്പൊ സദ്യയിലൊക്കെ കിട്ടുന്ന ഒരു മധുര പച്ചടിയാണ് പൈനാപ്പിൾ പച്ചടി, എല്ലാവർക്കും അറിയില്ലേ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കുന്നത്. നമുക്ക് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പൈനാപ്പിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മീഡിയം വണ്ണമുള്ള പൈനാപ്പിളിൻ്റെ ഒരു 1/4 ഭാഗം ഉണ്ടാവും. അതിങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. നമ്മളിപ്പം ചില സദ്യയൊക്കെ കഴിക്കുമ്പോൾ പൈനാപ്പിൾ വലിയ കഷ്ണങ്ങളായിട്ട് കാണാറ്. പക്ഷെ വലിയ കഷ്ണങ്ങളെക്കാട്ടും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു മീഡിയം ഇതേപോലെ നീളത്തിൽ ഉള്ള കഷ്ണങ്ങളാണ്. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇത് കുക്കറിൽ വെച്ചിട്ട് ഒന്ന് വേവിക്കണം. അപ്പം നമ്മൾ വിചാരിക്കും പൈനാപ്പിൾ പെട്ടെന്ന് വെന്തു പോകുന്നു, പക്ഷെ അങ്ങനെയല്ല. പൈനാപ്പിൾ അത്യാവശ്യം നല്ല വേവുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ കുക്കറിൽ വെക്കുന്നതായിരിക്കും കുറച്ച് കൂടുതൽ നല്ലത്, പെട്ടെന്ന് ആവുമല്ലോ. അപ്പം നമുക്കിതൊരു കുക്കറിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അത്ര മതിയാവും. കണ്ടോ, പൈനാപ്പിൾ നന്നായിട്ട് മുങ്ങുന്ന തരത്തിലുള്ള വെള്ളം. ഇനി നമുക്കിതൊരു 4 വിസിൽ വരുന്നത് വരെ വേവിക്കണം. മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നത് വരെ. നിങ്ങൾക്ക് കിട്ടിയ പൈനാപ്പിളിനനുസരിച്ചിട്ട് വേവ് വ്യത്യാസം ഉണ്ടാവും. 4 വിസിൽ വന്നിട്ട് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ ഒരു 2 വിസിലും കൂടി ഒന്ന് വെച്ച് നോക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ 4 വിസിലാണ് വെക്കുന്നത്. ഇപ്പോൾ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങയാണ്. അപ്പം നേരത്തെ പൈനാപ്പിൾ എടുത്ത ബൗളിൽ തന്നെ 1/2 ഭാഗം ഉണ്ടാവും ഈ തേങ്ങ. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ നന്നായിട്ട് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് അരയണം, കുറച്ച് വെള്ളവും ചേർത്തിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് പൈനാപ്പിൾ വെന്തോ നോക്കാം. അതിനുശേഷം പൈനാപ്പിളിലേക്ക് ഈ അരവ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം പൈനാപ്പിൾ വെന്തോന്ന്. നമ്മളെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്നതാണിത്. അപ്പം നിങ്ങൾക്ക് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും വെന്തോന്ന്. കണ്ടോ, ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പം നമുക്കിപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് തിളക്കണം. അതാ തേങ്ങേൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ ആ പച്ചമണം നന്നായിട്ട് പോവണം. അതുവരെ ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് തിള വരുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. പിന്നെ ഈ ഒരു പൈനാപ്പിൾ മധുര പച്ചടി എന്നാണല്ലോ പേര്. അതുകൊണ്ട് തന്നെ മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പം നിങ്ങൾ എടുത്തത് നല്ല മധുരം അത്ര ഇല്ലാത്ത പൈനാപ്പിൾ ആണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയത് അത്ര മധുരം ഇല്ലാത്ത പൈനാപ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ അളവിനനുസരിച്ചിട്ട് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. നല്ല മധുരമുള്ള പച്ചടിയാണ് ഇഷ്ടമാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ, അതിനുശേഷം ചേർക്കണമെന്ന് ഒന്ന് നോക്കാം. ഇത് കറക്റ്റായിട്ടുള്ള മധുരം ഇപ്പോൾ ആയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളക്കാൻ പാടില്ല. ഗ്യാസ് നല്ല പോലെ കുറയ്ക്കുക, ഫ്ലെയിം കുറയ്ക്കുക. എന്നിട്ട് അല്ലെങ്കിൽ ഓഫാക്കിയാലും കുഴപ്പമില്ല. തൈരിൻ്റെ അളവ് എനിക്കിപ്പം പറയാൻ പറ്റൂല, കാരണം ഓരോ ആൾക്കാരെ അടുത്തുള്ള തൈരിനനുസരിച്ചിട്ട് പുളീൻ്റെ അനുസരിച്ചിട്ട് മാറ്റം വരും. അപ്പം ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്യാസ് ഓഫാക്കുന്നുണ്ട്, കാരണം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ ചൂടിലങ്ങ് ആയിക്കോളും. 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പുളി മതിയാണെങ്കിൽ പിന്നെ നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ.
അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പുളിയുണ്ട്, മധുരമുണ്ട്, എല്ലാം ഉപ്പുണ്ട്, എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് വറുത്തിടുകയാണ് വേണ്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നിങ്ങളെ അളവിനനുസരിച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതലാവുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം കടുക് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ട് നാളെ ഇത് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില അതേപോലെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് പച്ചടി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. പൈനാപ്പിൾ പച്ചടി ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.